ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് PSC എക്സാമിനെ കുറിച്ചുള്ള വീഡിയോസ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ HSST കോമേഴ്സ് എക്സാമിൻ്റെ ക്ലാസ്സുകളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനു മുൻപായിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BCom റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമേഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള PSC എക്സാമുകളാണ് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനു മുൻപ് ഒരുപാട് എക്സാമുകൾ, അതായത് LDC എക്സാം പോലെയുള്ള PSC മത്സര പരീക്ഷകളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ HSST എക്സാം നമുക്ക് ജൂൺ 30-ാം തീയതി ആയിരുന്നു HSST എക്സാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമും കഴിഞ്ഞു. ഇനി നമ്മുടെ ചാനലിൽ നടക്കാൻ പോകുന്ന എക്സാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് മത്സര പരീക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമുക്ക് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അല്ലേ? ഈ ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ വീട്ടമ്മമാരായതുകൊണ്ട് അവർക്ക് PSC എക്സാമിന് പോയിട്ട് പഠിക്കാൻ, കോച്ചിങ് ക്ലാസ്സുകളിലൊന്നും പോയി പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഒരുപാട് വീട്ടമ്മമാർ ഈ ഒരു PSC എക്സാമിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറി. നമുക്ക് കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് PSC എക്സാമിന് വേണ്ടിയിട്ട് നല്ല കോച്ചിങ്ങോട് കൂടി തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഴിഞ്ഞിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന റാങ്കുകളിൽ എത്തി നിൽക്കുന്നതൊക്കെ വീട്ടമ്മമാരാണ്. അപ്പോൾ അവരുടെ ഈ ഒരു അത്രയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു ലിസ്റ്റിൽ അവർക്ക് ഉൾപ്പെടാൻ സാധിക്കുന്നത്. വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ജോലികളും എല്ലാം മാറ്റിവെച്ച് അതിനുള്ളിലൂടെയൊക്കെ സമയം കണ്ടെത്തിയിട്ടാണ് അവർ ഈ ഒരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ഇനി നമുക്ക് നടക്കാൻ പോകുന്ന PSC എക്സാമുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഇപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ ഏതൊക്കെ എക്സാമിനാണ് വന്നിട്ടുള്ളത്, ഓരോ എക്സാമിൻ്റെയും സിലബസ് എന്താണ്, ഈ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തുടർന്ന് കാണുക. അപ്പോൾ നമുക്കിനി ഏതൊക്കെ എക്സാമുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളൊരു സംശയത്തിലാണ് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾ വിചാരിച്ചൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ നിരാശപ്പെടേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഒരു PSC എക്സാം എഴുതി നമ്മളത് പാസ്സാവുക എന്ന് പറയുന്നത് നമ്മുടെ അത്രയും ഒരു പരിശ്രമമാണ്. ഓരോ എക്സാം എഴുതുമ്പോഴും നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഒരു എക്സാമിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വെച്ച് പഠനം തന്നെ ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാവാതിരിക്കുക. നിങ്ങൾ എക്സാം നിങ്ങൾക്ക് കിട്ടുന്നത് വരെ നിങ്ങൾ അഗാധമായി തന്നെ പരിശ്രമിക്കുക. PSC എക്സാമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, പക്ഷേ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മറന്നുപോകും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പരിശ്രമം എന്ന് പറയുന്നത് PSC എക്സാമിന് അത്യാവശ്യമാണ്. ഇപ്പോൾ സാധാരണ എക്സാമുകൾക്കെല്ലാം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. വർഷങ്ങളോളം PSC പഠിച്ച് എക്സാമിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പേരെ പിന്തള്ളിയിട്ടാണ് ഇപ്പോൾ അടുത്ത PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം മുന്നിലെത്തുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളായിട്ട് PSCക്ക് പരിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരെയൊക്കെ പിന്തള്ളി എനിക്ക് ഒരിക്കലും ലിസ്റ്റിൽ വരാൻ പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെക്കാളും കുറച്ച് മുന്നേ പ്രിപ്പയർ ചെയ്ത ആളുകൾ ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ റാങ്ക് നേടിയിട്ട് മുന്നിലെത്തുന്നതായിട്ട് കാണാൻ പറ്റും.
എങ്ങനെയാണ് അവരിങ്ങനെ റാങ്കിൻ്റെ മുന്നിലെത്തുന്നത്? അത് അവരുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല. നമ്മൾ ഓരോ എക്സാമുകളും എഴുതി തന്നെ പരിശീലിക്കണം. ഇപ്പോൾ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് മാറണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് PSC എക്സാമിൻ്റെ ആ ഒരു ടൈം വെച്ച് എക്സാം എഴുതി തന്നെ നിങ്ങൾ പരിശീലിക്കുക. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ടൈമിനുള്ളിൽ എക്സാം എഴുതി തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാമിന് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് ഇനി വിളിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞിട്ടുള്ള എക്സാമുകൾ ഏതൊക്കെയാണ്, ആ എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക, അതിൻ്റെ സിലബസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമായിട്ട് ഇനി നമുക്ക് ഉടൻ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വീഡിയോസ്, ഇതിൽ കൊടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്